2019 ടോക്കിയോ മോട്ടോർ ഷോയിലാണ് ടൊയോട്ട തങ്ങളുടെ ആദ്യത്തെ സബ് കോമ്പാക്ട് SUV റൈസ് വെളിപ്പെടുത്തിയത്. വാഹനം ഉടൻ തന്നെ ജപ്പാനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായി രണ്ടാം തലമുറ ഡൈഹസ്തു റോക്കിയുടെ ബാഡ്ജ് എഞ്ചിനീയറിംഗ് പതിപ്പാണിത്. എന്നാൽ ഇവ രണ്ടും വേർതിരിക്കുന്നത് ശ്രദ്ധേയമായ കുറച്ച് മാറ്റങ്ങൾ നിർമ്മാതാക്കൾ വരുത്തിയിരിക്കുന്നു. വലിയ RAV4 SUVയുടെ ചെറിയ സഹോദരനായി ടൊയോട്ട ഇപ്പോൾ റൈസിനെ ശ്രീലങ്കയിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. അളവുകളുടെ അടിസ്ഥാനത്തിൽ റൈസിന് 3995 mm നീളവും 1695 mm വീതിയും 2525 mm വീൽ ബേസും 1620 mm ഉയരവുമുണ്ട്. ഹ്യുണ്ടായി വെന്യൂ, മാരുതി സുസുക്കി വിറ്റാര ബ്രീസ, മഹീന്ദ്ര XUV 300, ഫോർഡ് ഇക്കോസ്പോർട്ട്, ടാറ്റ നെക്സോൺ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ കോമ്പാക്ട് SUVകളുടെ അതേ വലുപ്പമാണിത്. എന്നിരുന്നാലും റൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് ടൊയോട്ട സ്ഥിരീകരിച്ചു. പകരം ജപ്പാനീസ് കാർ നിർമ്മാതാവ് മാരുതി സുസുക്കി വിറ്റാര ബ്രീസയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു കോമ്പാക്ട് SUV വികസിപ്പിച്ച് 2022 രാജ്യത്ത് വിപണിയിലെത്തിക്കും. 996 cc 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് സബ് കോമ്പാക്ട് SUVയുടെ കരുത്ത്. ഇത് 98 bhp കരുത്തും 140 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. CVT ഗിയർബോക്സ് ആണ് എഞ്ചിനുമായി ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ജപ്പാനീസ് സ്പെക് റൈസിൽ ഓപ്ഷണലായി 4 വീൽ ഡ്രൈവ് സംവിധാനവും ടൊയോട്ട വാഗ്ദാനം ചെയ്യുന്നു. സുരക്ഷാ ഗ്രൗണ്ടിലും റൈസ് നന്നായി സജ്ജീകരിച്ചിരിക്കുന്നു. 6 എയർ ബാഗുകൾ, ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ, ABS വിത്ത് EBD, ഹീൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം, സ്റ്റാറ്റിക് ബെൻഡിംഗ് ഫംഗ്ഷനോട് കൂടിയ അഡാപ്റ്റീവ് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, ഓണോമസ് ബ്രേക്കിംഗ്, 360 ഡിഗ്രി ക്യാമറയും റിയർ ക്രോസ് ട്രാഫിക് അലർട്ടും. ടൊയോട്ട CTA മോഡുലാർ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഒരു മിഡ് സൈഡ് SUV രാജ്യത്തേക്ക് കൊണ്ടുവരും. ടൊയോട്ടയും സുസുക്കിയും സംയുക്തമായി നിർമ്മിക്കുന്ന ഈ കാർ ഹ്യുണ്ടായി ക്രൈറ്റയ്ക്കും കിയ സെൽറ്റോസിനും എതിരെയായിരിക്കും വിപണിയിൽ മത്സരിക്കുക. സുസുക്കിയോടൊപ്പമുള്ള കൂട്ടുകെട്ടിൽ അടുത്ത 5 മുതൽ 7 വർഷത്തിനിടയിൽ 12 മോഡലുകൾ വിപണിയിൽ എത്തിക്കുവാനാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത്. 2020 ഏപ്രിൽ 1 നിലവിൽ വരുന്ന BS6 നിയന്ത്രണങ്ങൾ മൂലം ടൊയോട്ട എത്തിയോസ് ലിവയുടെ നിർമ്മാണം കമ്പനി നിർത്തലാക്കി. ഈ സ്ഥാനത്തേക്ക് മാരുതി സുസുക്കി CNA ഉപയോഗിച്ച് 12 ലക്ഷം രൂപയ്ക്ക് കീഴിൽ വിലമതിക്കുന്ന 6 മോഡലുകൾ പുറത്തിറക്കാനാണ് ടൊയോട്ടയുടെ തീരുമാനം. ടൊയോട്ട സുസുക്കി സഖ്യത്തോടെ വിപണിയിൽ ഇരു കൂട്ടർക്കും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്.